വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യുകയാണ്. ഏകദേശം 705 വിദ്യാർത്ഥികളാണ് ഫുൾ A+ നേടിയത്. 10ലും അതുപോലെ തന്നെ 12ാം ക്ലാസ്സിലും. 32 സ്കൂളുകൾ സമ്പൂർണ്ണ വിജയം നേടിയ സ്കൂളുകളുണ്ട്. അതുപോലെ 21 റാങ്ക് ഹോൾഡേഴ്സുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഞായറാഴ്ച 9-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. നിങ്ങളെല്ലാവരും അതുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെ കാര്യം ചോദിച്ചോട്ടെ എം.എൽ.എ. മറ്റൊരു വിഷയമാണ് ചോദിച്ചോളൂ. കളമശ്ശേരിയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നാളെ പൗരസമിതി നിരാഹാര സമരം നടത്തുകയാണ്. 1 മണിക്കൂറോളം വേണം നമ്മുടെ യാർഡിൽ നിന്ന് എത്തിക്കാൻ. TVS ജംഗ്ഷനിൽ വാഹനം എടുക്കാൻ. എന്താണ് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പരിപാടി? നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മെറിറ്റ് അവാർഡുമായി ബന്ധപ്പെട്ടാണ് ഇത് വിളിച്ചത്. എങ്കിലും താങ്കൾ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ അതിനുവേണ്ടി യോഗം ചേർന്നിരുന്നു. അതിൻ്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യമായി അതിൻ്റെ കുഴി അടക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മഴ നിൽക്കാത്തതുകൊണ്ട് അത് എല്ലാ ദിവസവും അത് അടക്കുന്നുണ്ടെങ്കിലും വീണ്ടും കുഴിയായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് വേറൊരു പരിഷ്കാരം കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഇത് നടപ്പാക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. സെർച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സ്ഥലത്തും കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് ടീമും അതുപോലെ ഡ്രോൺ സെർച്ചും ഒക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുതലപ്പുഴയിലും അതുപോലെ തന്നെ നീണ്ടകരയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇന്ന് രാവിലെ നീണ്ടകരയിലെ കളക്ടർ ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി ഷിബു ബേബി ജോൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, ഫിഷറീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. എല്ലാവരും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുതലപ്പുഴയിലും ഇപ്പോൾ ഫിഷറീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് അവരുമായി ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും സെർച്ച് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഇന്നിപ്പോൾ നമുക്ക് മനുഷ്യ സഹജമായ എല്ലാ രീതിയിലുള്ള സെർച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിത് ചോദിക്കുമ്പോൾ ഇത് ആ സെർച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ സെർച്ച് ഫലപ്രാപ്തിയിൽ എത്തും എന്നുള്ളത് തന്നെയാണ്. അല്ല, ഞാനിപ്പോൾ നീണ്ടകരയിലവരുമായിട്ട് സംസാരിച്ചിരുന്നു. മുതലപ്പുഴയിൽ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേ ടു ഡേ ബേസിസിൽ അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ സെർച്ച് എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം മുതൽ തന്നെ സെർച്ച് ഉണ്ട്. നമ്മളിപ്പോൾ ഒരാളെ മിസ്സിങ് ആയാൽ സെർച്ച് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ വന്നിട്ട്. നമ്മളിപ്പോൾ ഉള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെർച്ച് മുഴുവൻ നടത്തുന്നത്. തീർച്ചയായിട്ടും ഞാൻ നീണ്ടകരയിൽ അവരുമായി സംസാരിച്ചിരുന്നു. ഇനി മുതലപ്പുഴയിൽ അവരുമായി ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ നിരന്തരം അവരുമായി ബന്ധപ്പെടും. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയവും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പോകാം. പക്ഷേ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സെർച്ചും ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എല്ലാ ദിവസവും ഡേ ടു ഡേ ബേസിസിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്.